അതിനു ഇപ്പോൾ നടി രഞ്ജിനി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി രഞ്ജിനി, എങ്ങനെയാണ് ഈ ദിലീപിന്റെ ഇപ്പോഴത്തെ ഈ ഇരവാദത്തെ കാണുന്നത്? ഗൂഢാലോചന തനിക്കെതിരെയാണെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ബിക്കോസ് ഒന്ന് കോടതി നോൺ ഗിൽറ്റി എന്ന് പറഞ്ഞപ്പോ അപ്പോ ഒബ്വിയസ്ലി അത് അടുത്തത് ഡെഫമേഷൻ സൂട്ട് അല്ലേ പോകുന്നത്. സോ അതിന്റെ തിയറിയിലാണ് പോകുന്നു. സോ എല്ലാവർക്കും അത് ഓപ്പർച്യൂണിറ്റി വേണമല്ലോ. സോ ആ നിയമത്തില് പോട്ടെ. പക്ഷെ അതേസമയത്ത് തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊരു പക്ഷം കൂടിയുണ്ട്. ഇന്ന് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി സിനിമാ സംഘടനയായ FFKയിൽ നിന്ന് രാജിവെക്കുന്നു. അതിന് കാരണം ദിലീപിനെ ഉടൻ തന്നെ സിനിമാ സംഘടനകളിലേക്ക് തിരികെ എടുക്കുവാനുള്ള തീരുമാനത്തിലുള്ള പ്രതിഷേധമാണ്. അതോടൊപ്പമാണോ താങ്കൾ? ബിക്കോസ് എല്ലാം അൾട്ടിമേറ്റ് ഇത് കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്. നോബഡി ഈസ് അബവ് ദ ലോ. അപ്പോ അവിടെ അഡ്വക്കേറ്റ് അസ്കർ ഉണ്ടല്ലോ. അപ്പോ അസ്കർക്ക് ഐ തിങ്ക് ഹി വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ആ ലീഗൽ പോയിന്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഒരു കോടതിയിൽ വന്നിട്ട് ആ ജഡ്ജ് നമ്മൾ അവിടെ ജഡ്ജ് ഒരിക്കലും ഒരു കേസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഡൺ ബൈ ദ പോലീസ് ആണ്. അപ്പൊ അവർക്ക് ജഡ്ജോടെ മുമ്പിൽ എന്തൊക്കെ തെളിവുണ്ടോ ആസ് പെർ ദാറ്റ് ആണ് ഇന്നലത്തെ ജഡ്ജ്മെന്റ്. അവിടെ ദിലീപിന് അവിടെ സഫീഷ്യന്റ് എവിഡൻസ് ഇല്ല. അത് കാരണം കൊണ്ടാണ് ദിലീപ് വിട്ടു, ഈ ഇന്നസെന്റ് പറഞ്ഞു വിട്ടത്. ബാക്കി 1 to 6 ആൾക്കാർ അവർ ആ ആക്ടില് ഇൻവോൾവ് ആയി ശരിക്കും. അത് കാരണം കൊണ്ടാണ് അത് ഗിൽറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം ലീഗലായിട്ട് ദർ ആർ ഡിഫറൻസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കോടതിക്ക് എന്താ തെളിവ് വരുന്നു അത് വെച്ചിട്ടല്ലേ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇത് ജഡ്ജ്മെന്റ് ശരിയില്ല, പിന്നെ ജഡ്ജ് കുറ്റം പറയാൻ തുടങ്ങി, പിന്നെ കോടതിയിലെ എന്താ ഇങ്ങനത്തെ വിധി വരുന്നേ, അങ്ങനെ പറയാൻ പാടില്ല. ബിക്കോസ് നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നീതി വേണമെങ്കിൽ കോടതിയിലാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ കോടതിയും അതിന്റെ ജഡ്ജും നമ്മൾ കൊണ്ടം ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി, അപ്പൊ എവിടെയാണ് നമ്മൾ പോകുന്നത്? അപ്പൊ ഇതെല്ലാം ഒരു എന്താ ബാഡ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. ബിക്കോസ് നിയമം എല്ലാവർക്കും ഈക്വൽ ആണ്. അത് മാത്രമല്ല എല്ലാവരും വി ഹാവ് ടു ഗോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഗോയിങ് ടു ദ കോർട്ട് ടു ഫൈറ്റ് ദ കേസസ്. ഈ കോടതിയിലെ പറ്റില്ലെങ്കിൽ നമുക്ക് ഹയസ്റ്റ് കോടതികൾ ഉണ്ടല്ലോ, അടുത്ത സുപ്രീം കോടതി, ഇങ്ങനത്തെ ഓരോരോ കോടതിയിലെങ്കിൽ നമുക്ക് പോവാം. സോ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോ ഇന്നലത്തെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് നമ്മളെല്ലാവരും എന്താ പറയാ ജഡ്ജ് പിന്നെ വിധി ശരിയില്ല ഇങ്ങനെ പറയാൻ പാടില്ല. തെളിവ് എന്താ ഉള്ളതോ അതേ കുറിച്ചാണ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ദിലീപിനെ വിക്ടിമൈസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? ആ കേസിൽ പെടുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ അതാണ് പറയുന്നത്, കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും എടുത്തു നോക്കിയാൽ സർവൈവർ എന്റെ സിസ്റ്ററിന്റെ ഇത് എന്താ എക്സ്പീരിയൻസ്, അത് ആർക്കും അത് അങ്ങനെ എടുക്കാൻ പറ്റൂല. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഫെയർ. എല്ലാവർക്കും അങ്ങനെ എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ ഓൾറെഡി 1 to 6 ആൾക്കാരെ നമ്മൾ വി ഫൗണ്ട് ഗിൽറ്റി ബിക്കോസ് അവർ ആ ആക്ടില് ഇൻവോൾവ് ആയി. പിന്നെ അടുത്തത് ഇവരെ ശിക്ഷിക്കണം അവിടെ ശിക്ഷിക്കണം അങ്ങനെ പറയാൻ പാടില്ല. ബിക്കോസ് എന്തൊക്കെ തെളിവ് ഉണ്ടോ നമ്മ മുമ്പ് അത് വെച്ചിട്ടേ നമുക്ക് ശിക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ എങ്ങനെ ഇവർക്കെല്ലാം അറിയാനേ ദാറ്റ് സോ ആൻഡ് സോ ഹാസ് ഡൺ ഇറ്റ്? നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് നമുക്ക് എല്ലാം ഹിയർസേ പറയാം. പക്ഷെ നിയമത്തിന് മുൻപ് ഹിയർസേ അത് വെച്ചിട്ട് ജഡ്ജ്മെന്റ് ഇല്ല. നമുക്ക് എവിഡൻസ് വേണം, കറക്റ്റ് ആണ്, തെളിവ് വേണം. ഈ ഇൻസിഡന്റ് നടന്ന ശേഷം തൊട്ട് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ നമ്മളുടെ കേരള പോലീസ് ഈസ് എക്സലന്റ് ആണ്. അവര് സ്കോട്ട്ലൻഡ് യാർഡ് ആ രീതിയിലാണ് അവർ നല്ല ഇന്റലിജന്റ് ഓഫീസേഴ്സ് കുറെ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ല പോലീസ് ഫോഴ്സ് ഇരിക്കുമ്പോ നമുക്ക് അവരെയും എന്താ പറയാ അവരെയും കുറ്റം പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് എങ്ങനെ അവർ എന്തൊക്കെ അവർ കറക്റ്റ് ആയിട്ട് അത് ചെയ്തോ ഇല്ലയോ അതാണ് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ